കോൺഗ്രസിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് തന്നെ വ്യത്യസ്തമായ സ്വരമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ ഒരു പരിധിവരെയെങ്കിലും പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ ഫണ്ട് ലഭിക്കുന്ന നീക്കത്തെ എതിർത്തിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കെ സി വേണുഗോപാലിനെ പോലെയുള്ളവർ വളരെ കൃത്യമായി പറഞ്ഞു ഇത് ഇത്തരം PM ശ്രീ പദ്ധതിയുമായൊന്നും മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോഴിതാ അങ്ങനെയല്ല. സർക്കാരിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിൽ നിലപാട് മാറ്റം ഉണ്ടാവുകയാണ്. കോൺഗ്രസിലെ ഒരു വിഭാഗം സർക്കാരിന് മുന്നോട്ട് പോകണമെങ്കിൽ ഏതാണ്ട് 1600 കോടി രൂപയാണ് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, സ്കൂളുകൾക്ക് പ്രവർത്തന മികവ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ആ തുക ലഭിക്കാത്തൊരു പശ്ചാത്തലം സൃഷ്ടിക്കപ്പെടും എന്നതാണല്ലോ സാഹചര്യം. ഈ ഭിന്നതയും എങ്ങനെയാണ് മറികടക്കുക? കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് വിഴുങ്ങിയ ഒരു പശ്ചാത്തലത്തെ എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും? കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം നേതാക്കളും അതോടൊപ്പം ലീഗിനുള്ളിലെ മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗവും അതോടൊപ്പം ലീഗിൻ്റെ പോഷക സംഘടനകളുമെല്ലാം അതിരൂക്ഷമായ ഭാഷയിൽ PM ശ്രീ പദ്ധതി തുടരുന്നതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുന്നതിനിടയിലാണ് ഈ പദ്ധതിയിൽ നിന്ന് ഇപ്പോൾ സാങ്കേതികമായി പൂർണ്ണമായി പിന്മാറുക അല്ലെങ്കിൽ റദ്ദാക്കുക എന്നൊരു കടുത്ത സമീപനത്തിലേക്ക് നീങ്ങിയാൽ അത് ഉണ്ടാക്കാനിടയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുമ്പോട്ട് വെക്കുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഇവിടത്തെ സ്കൂളുകൾ തിരഞ്ഞെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് തന്നെ ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാം എന്ന ചർച്ച പ്രായോഗികമായി സർക്കാർ ഒരു വശത്ത് തുടരുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവർ അതിന് എടുത്തു പറയുന്ന കാര്യം, രാജ്യസഭയിൽ അബ്ദുൽ വഹാബ് MPയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരി നൽകിയ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ കഴിയുന്ന നടപടികളെക്കുറിച്ചാണ്. അതായത് അത് പിൻവാങ്ങുകയോ അതിൽ തുടരുകയോ ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന നടപടികളെക്കുറിച്ച് മാത്രമാണ്. പക്ഷേ 2025 ഒക്ടോബർ 23 ഒപ്പുവെച്ച MOUവിലെ മ്യൂച്വലി എഗ്രീഡ് ഒബ്ലിഗേഷൻസിനെ കുറിച്ച്, അതായത് ഇരു കൂട്ടരും ഉഭയകക്ഷി സമ്മതപ്രകാരം എഴുതി ഒപ്പിട്ടിരിക്കുന്ന രേഖകളിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ജയന്ത് ചൗധരി പറഞ്ഞിട്ടില്ല. ആ കരാറിലാണ് വളരെ വ്യക്തമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനോ അതല്ല എങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ ഈ കരാർ തിരുത്താനോ റദ്ദാക്കാനോ പിന്മാറാനോ ഉള്ള അവകാശമുള്ളൂ. അത് സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യമല്ല എന്ന് ആ എഗ്രിമെൻറ്റിൽ MOUവിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാണ് സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത്. അവർ അങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ പദ്ധതിയുമായി ഈ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമിടയിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിന് തന്നെയാണ് സാധ്യത. പക്ഷേ ഉയർന്നു വരുന്ന വിവാദങ്ങളെ, രാഷ്ട്രീയമായ വിമർശനങ്ങളെ സാങ്കേതികത്വം പറഞ്ഞ് പ്രതിരോധിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് SSKയിലൂടെ സർവശിക്ഷ കേരള പ്രോഗ്രാമിലൂടെ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട ഏതാണ്ട് 1600 കോടി രൂപ അത് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചെടുക്കേണ്ടത് കേരളത്തിന് മുൻപിൽ അനിവാര്യതയാണ്. അതിൻ്റെ ആദ്യ ഗഡുവായി 99.27 കോടി രൂപ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ച കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ശേഷിക്കുന്ന തുക കൂടി ലഭിക്കണമെങ്കിൽ കരാറുമായി മുമ്പോട്ട് പോയേ മതിയാകൂ. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് രാഷ്ട്രീയമായി വലിയ വിമർശനങ്ങൾ മറുവശത്ത് നിന്ന് ഉയരുമ്പോഴും ഈ കരാർ പൂർണ്ണമായി റദ്ദ് ചെയ്യാതെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് PM ശ്രീയുമായി മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് എന്നാണ് സൂചന. യെസ്, എന്തായാലും UDF വലിയ പ്രതിസന്ധി നേരിടുന്നു. അതിൽ തന്നെ കോൺഗ്രസും ലീഗും സർക്കാരിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ മുന്നണികൾ എന്നതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുക എന്നത് സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിന് അനിവാര്യമാണ്. 1600 കോടി രൂപയാണ് സർക്കാരിന് ലഭിക്കേണ്ടതായി വരുന്നത്. PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകുന്നില്ല എങ്കിൽ ആ തുക നഷ്ടമാകും. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സംസ്ഥാന സർക്കാരിന് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ തുക സഹായിക്കും. അതേസമയം പ്രതിപക്ഷത്തിരുന്നപ്പോൾ രാഷ്ട്രീയമായി അതിനിശ്ചിതമായി ഈ പദ്ധതിയെ വിമർശിച്ചിരുന്നു. ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നതാണ് ഇപ്പോൾ ലീഗിനെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കുന്നത്. അതിന് അവർ പറഞ്ഞ ന്യായം എന്നത് കഴിഞ്ഞ സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പിട്ടുപോയി എന്നതായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നു, ഈ പദ്ധതിയിൽ ഭാഗമായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പിൻവാങ്ങാം, ഈ പദ്ധതിയുടെ ഭാഗമാകാതിരിക്കാം, അതിനൊരു തടസ്സവുമില്ല. പക്ഷേ ഈ തുക അനുവദിക്കില്ല എന്നത് മാത്രമേ പ്രശ്നമുള്ളൂ എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെയാണ്, എന്ത് മറുപടികളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വങ്ങളിൽ നിന്ന് ഉണ്ടാകുക എന്നത് ശ്രദ്ധേയമാകുന്നത്. ഒപ്പം ഈ വിഷയത്തെ ഇടതുപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്യും.
ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.